നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വീടുകളിൽ പരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കൃഷി രീതിയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരേ സമയം മീനും പച്ചക്കറിയും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണിത്. ഈ രീതിയുടെ പേര് അക്വാപോണിക്സ് എന്നാണ്. രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട മീനും നമുക്ക് ലഭിക്കും. അതും ചെറിയ അധ്വാനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഗ്രോബെഡ്. ഈ ഗ്രോബെഡിലാണ് നമ്മൾ പച്ചക്കറികളൊക്കെ നടുന്നത്. ഫിഷ് ടാങ്കിലെ വെള്ളം ഈ ഗ്രോബെഡിലേക്ക് വരികയും ഈ ഗ്രോബെഡിൽ ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള വളം എടുത്ത ശേഷം ആ വെള്ളം നേരെ തിരികെ ഫിഷ് ടാങ്കിലേക്കും പോകുന്ന ഒരു രീതിയാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിലുള്ളത്. അക്വാപോണിക്സിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. അപ്പോൾ ഇതിൽ വളർത്തുന്ന മീനുകളെ നമുക്കൊന്ന് കാണാം. ഈ ഫിഷ് ടാങ്കിലെ വെള്ളം അതായത് മീനിൻ്റെ വേസ്റ്റ് ചേരുന്ന വെള്ളം ചെറിയൊരു മോട്ടർ ഉപയോഗിച്ച് ഈ പൈപ്പിലൂടെ നമ്മൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേസ്റ്റിൽ ഏറ്റവും കൂടുതൽ അമോണിയയാണ് അടങ്ങിയിട്ടുള്ളത്. ഈ അമോണിയ നമ്മുടെ മീനിന് തന്നെ വളരെ ദോഷകരമാണ്. അതുകൊണ്ട് ആ ഒരു ചെറിയ മോട്ടർ വെച്ച് ഈ വെള്ളം ഇതിലേക്ക് കടത്തിവിടുന്നത്. ഈ വെള്ളം ഈ ഒരു ടാങ്കിലേക്കാണ് വരുന്നത്. ഈ ടാങ്കിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു ബയോ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ആ സ്പോഞ്ച് വഴി ഫിൽറ്റർ ചെയ്ത് നേരെ ഗ്രോ ബെഡിലേക്ക് പോകുന്നു. ഇതാണ് ഗ്രോ ബെഡ്. അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം ഈ ഗ്രോ ബെഡിലേക്ക് പോകുന്നു. ഈ ഗ്രോ ബെഡിൽ നിറച്ചിരിക്കുന്നത് മിറ്റിലാണ്. മണ്ണ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അമോണിയ ചേർന്ന വെള്ളം ഈ ഗ്രോ ബെഡിലേക്ക് വീഴുകയും ഈ മെറ്റിലിലെ ബാക്ടീരിയ ആ അമോണിയെ വിഘടിപ്പിച്ച് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ വളം ഈ ചെടി വലിച്ചെടുത്തതിന് ശേഷം ശുദ്ധമായ വെള്ളം, അതായത് അമോണിയ ഇല്ലാത്ത വെള്ളമാണ് നേരെ തിരികെ ഫിഷ് ടാങ്കിലേക്ക് വരുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള വളമെല്ലാം ഈ ബാക്ടീരിയ വിഘടിപ്പിക്കുന്നത് മൂലം ഇതിന് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മളൊരു ബെൽ സൈഫൺ വച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 3/4 ഇഞ്ച് പൈപ്പ്, അതിന് മുകളിൽ ഒരു 2.5 ഇഞ്ച് പൈപ്പ്, ഒരു എൻഡ് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലെവൽ വെള്ളം വന്നു കഴിയുമ്പോൾ ആ വെള്ളം മുഴുവൻ ഡിസ്ചാർജ് ചെയ്ത് താഴേക്ക് ഇടുന്നു. നേരെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് പോകുന്നു. വീണ്ടും വെള്ളം നിറയുന്നു, വെള്ളം വീണ്ടും താഴുന്നു. ഈ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നട്ടിരിക്കുന്നത് തക്കാളി, വെണ്ട, ചീര, മുളക്, ക്യാബേജ്, പുതിന, പീച്ചിൽ തുടങ്ങിയ എല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് ഒരാഴ്ച പ്രായമുള്ള ചെടികളാണിത്. നല്ല വളർച്ച നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് യാതൊരുവിധ രാസവളങ്ങളോ ഒന്നും പ്രയോഗിക്കുന്നില്ല. അഥവാ രാസവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് മീന് ദോഷമാണ്. മീൻ ചാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വളം എന്ന് പറയുന്നത് മീനിൻ്റെ വേസ്റ്റിൽ നിന്ന് വരുന്ന അമോണിയ വിഘടിച്ച് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചെടികൾ നന്നായി വളരുന്നത്. ഇതിൻ്റെ താഴെ, ഈ ബെൽ സൈഫിൻ്റെ താഴെ ഒരു പൈപ്പ് നമ്മൾ നേരെ ഫിഷ് ടാങ്കിലേക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വെള്ളം വീണ്ടും ശുദ്ധിയായി അമോണിയ ഇല്ലാത്ത വെള്ളം നേരെ ഫിഷ് ടാങ്കിലേക്ക് പോകുന്നത്. തിരികെ നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അതായത് ഫിഷ് ടാങ്കും നമ്മുടെ ഗ്രോ ബെഡും തമ്മിൽ കുറച്ച് അകലെ ആയതുകൊണ്ട് ഇങ്ങനൊരു പൈപ്പ് അങ്ങനെ നീളത്തിൽ ഒരു പൈപ്പ് ഇട്ടിരിക്കുകയാണ്. ആ വെള്ളമാണ് അമോണിയ ഒന്നുമില്ലാത്ത ശുദ്ധമായ വെള്ളമാണ് ഇപ്പോൾ ഈ ഫിഷ് ടാങ്കിലേക്ക് ഇടുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ അക്വാപോണിക് സിസ്റ്റം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എറണാകുളം ജില്ലയിൽ തുരുത്തിക്കര എന്ന ഗ്രാമത്തിൽ തുരുത്തിക്കര ആയുർവേദ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സയൻസ് സെൻറ്ററിൽ ചെന്നാൽ ഇത്തരത്തിലുള്ള അക്വാപോണിക്സ്
ഹൈഡ്രോപോണിക്സ് എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ ചെലവിൽ അവർ ഈ അക്വാപോണിക് സിസ്റ്റം വച്ചു കൊടുക്കുന്നുണ്ട്. പരിഷത്തിൻ്റെ നിർവാഹക സമിതി അംഗം ശ്രീ PA തങ്കച്ചൻ മാഷ്, അതോടൊപ്പം തന്നെ മോഹനൻ ചേട്ടൻ എന്നിവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ അക്വാപോണിക് സിസ്റ്റം വച്ചു കൊടുക്കുന്നത്. അവിടെ പോയി കണ്ടുള്ള ഒരു ഊർജ്ജമാണ് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം നിർമ്മിക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് വളരെ സ്ഥലമില്ലാത്തവർക്ക് അല്ലെങ്കിൽ സ്ഥലം കുറഞ്ഞവർക്ക് മണ്ണില്ലെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ ജൈവ പച്ചക്കറികൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ശ്രീ തങ്കച്ചൻ മാഷിൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ, ഈ അക്വാപോണിക്സിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.